എൻ്റെ ഈ ഏജിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹലോ സർ. ഹലോ സർ, ആക്ച്വലി ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ പയനിയേഴ്സ് സാറാണ്. റീസെൻ്റ്ലി ഞാൻ സാറിൻ്റെ ഒരു കെറ്റൽ വെൽ വർക്കൗട്ട് കണ്ടു. ദർ ആർ സോ മെനി വീഡിയോസ് റിലേറ്റഡ് ടു ഇറ്റ്. പക്ഷെ സാറിൻ്റെ ഏജിലുള്ളവരുടെ അടുത്ത് നമ്മൾ സാധാരണ മൈൽഡ് ഫോം ഓഫ് എക്സസൈസസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് വാക്കിംഗ് ഒക്കെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ സാർ ഒത്തിരി സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് വിത്ത് കെറ്റൽ ബെൽ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ എനിക്കാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ ഹൗ ടു റിയലി ഡു വർക്കൗട്ട് വിത്ത് എ കെറ്റൽ ബെൽ. അപ്പോൾ സാറിനൊന്ന് കുറച്ചൊന്ന് വിശദീകരിക്കാമോ? ഇൻഫാക്ട് താങ്ക് യു ജക്കോ ഫോർ ഇൻട്രൊഡ്യൂസിങ് ടു എ ഫാസിനേറ്റിംഗ് ന്യൂ ടൂൾ ഫോർ ഫിറ്റ്നസ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഏജിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് സ്ട്രെങ്ത് ട്രെയിനിങ്. അത് നിങ്ങൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന മേജർ കോമ്പൗണ്ടർ എക്സസൈസുകൾ 4-5 എണ്ണം. ഓക്കെ. അത് ഒന്നരാടം ദിവസം അതിൽ 1-2 ചെയ്യും. അതായത് സ്ക്വാറ്റ്, ഡെഡ് ലിഫ്റ്റ്, പ്രസ്സുകൾ അല്ലെങ്കിൽ റോസ്, അങ്ങനെയുള്ള അത് അപ്പോൾ ഈ കെറ്റിൽ ബെൽ എക്സസൈസ് നമുക്ക് കാർഡിയാക് പേഷ്യൻസിനും യൂസ് ചെയ്യാം. ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ക്രമേണ കാർഡിയാക് പേഷ്യൻസിന് യൂസ് ചെയ്യാം, റിക്കവേർഡ് കാർഡിയാക് പേഷ്യൻസ്. ഓക്കെ. അതുപോലെ കെറ്റിൽ ബെൽ എക്സസൈസിന് യൂസ് ചെയ്യാം. ഒരു ബിഗിനറായിട്ടും ഇന്റർമീഡിയറ്റ് ലെവലിലും ഹൈ ലെവലിലും യൂസ് ചെയ്യാം. ഏത് ഏജ് ഗ്രൂപ്പിലാണ് യൂസ് ചെയ്യാം. ഇതിപ്പം പറയുകയാണ് 4 കിലോയേ ഉള്ളൂ. ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന മെയിൻ സ്വിംഗ് എന്ന് പറയുന്നത് ഞാൻ 24 കിലോ വെച്ചാണ് ചെയ്യുന്നത്. വെറും 7-8 കിലോ വെച്ചാണ് തുടങ്ങിയത്. ഓവർ ദി ഇയേഴ്സ് പ്രോഗ്രസീവായിട്ട് ട്രെയിൻ ചെയ്ത് ലോഡ് ചെയ്താണ് സേഫായിട്ട്. അങ്ങനെ വരുമ്പോൾ സേഫായിട്ട് ഹയർ ലെവലിലോട്ട് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്തതനുസരിച്ച് കയറി വന്നതാണ്. അത് ഇതിനെപ്പറ്റി മാത്രമല്ല, ഈ പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്, സേഫ് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് ഞാൻ ക്രമേണ അത് ഒരു 60 വയസ്സിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. അപ്പോൾ അതുവരേക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മിതമായ രീതിയിൽ വല്ലപ്പോഴൊക്കെ ചെയ്ത് ഒന്നുമില്ലാതെ വയറും വെച്ച് 40കളിലും 50കളിലും വണ്ണവും വെച്ച് ഡയബറ്റീസും ആയ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ജക്കോയോട് ചോദിക്കുകയാണ്, ജക്കോ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പഠിത്തം കഴിഞ്ഞൊരു 10 ഇയേഴ്സിലാണ് സംഭവിച്ചത്. ജക്കോടെയൊക്കെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സാർ, നമുക്ക് മസിൽ മാസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റി അത് ലോങ്ങിവിറ്റിക്ക് വളരെ ഉപയോഗമുള്ളൊരു ഫീച്ചറാണ്. നമ്മൾക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കൂടാണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇപ്പോൾ ഈ സൈക്ലിംഗ് ആയാലും ജിമ്മിങ് ഒക്കെ ആയാണെങ്കിലും ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. ബിക്കോസ് നമ്മുടെ ബിസി സ്കെഡ്യൂളാണ്. ഇത്ര അവേഴ്സ് ഒരു വീക്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലൈക്ക് സാറിനെ സംബന്ധിച്ചാണെങ്കിൽ ഈസ് ദർ എനി ഷോർട്ട് കട്ട്സ് ടു ബി ഫിറ്റ് അറ്റ് ദ സെയിം ടൈം അധികം സ്പെൻഡ് ചെയ്യാണ്ട് ഒരു വീക്കിലൊക്കെ? തീർച്ചയായിട്ടും നെസസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആക്ച്വലി ദർ ഇസ് സംതിങ് കാൾഡ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്, ഹിറ്റ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായ എക്സസൈസ് ഷെഡ്യൂൾസ് ചുരുങ്ങിയ സമയം കൊണ്ട്. ഇപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു 3/4 മണിക്കൂർ സ്ലോ ആയിട്ട് നടക്കുന്നതിൻ്റെ ഒപ്പമോ അതിനേക്കാൾ കൂടിയ പ്രയോജനമോ 5 മിനിറ്റ് കൊണ്ടോ അത് 2-3 മിനിറ്റ് കൊണ്ടോ ഫാസ്റ്റായിട്ട് ഓടുകയോ സ്കിപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഇടിപ്പിച്ചിട്ട് ഹയറായിട്ട് എത്തിക്കാം. ആ ചുരുങ്ങിയ സമയം കൊണ്ട് അതേ പ്രയോജനം മൈറ്റോകോൺട്രിയയുടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അതേ പ്രയോജനം ഈ ഹൈ ഇൻറ്റൻസിറ്റി കിറ്റ്. അതിന് പറ്റിയൊരു നല്ലൊരു കാർഡിയോ എൻഡ്യൂറൻസിനുള്ളൊരു ടൂളാണ് കെറ്റിൽ ബെൽ പോലെയുള്ള. ഓക്കെ സാർ, thanks for introducing this wonderful tool. സാറിൻ്റെ ഒത്തിരി വീഡിയോസും I would like to see more. Thank you.